ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ജംഗ്പുര സ്ഥാനാർത്ഥി മനീഷ് സിസോദിയയ്ക്ക് പിന്തുണയുമായി മലയാളികൾ രംഗത്ത്. സിസോദിയുടെ ക്യാമ്പയിൻ ഓഫീസിലെത്തിയാണ് മലയാളികൾ പിന്തുണ അറിയിച്ചത്. സൗജന്യ വൈദ്യുതിയും സ്ത്രീകൾക്ക് ലഭിക്കുന്ന ബസ്സുകളിലെ സൗജന്യ യാത്രയുമാണ് ഈ മലയാളികളെ ആം ആദ്മി പാർട്ടിയോട് അടുപ്പിക്കുന്നത്. കാണാം ഡൽഹി തെരഞ്ഞെടുപ്പിലെ മലയാളി സാന്നിധ്യം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലയാളി വോട്ടുകളിൽ പാർട്ടികൾക്ക് കണ്ണുണ്ട്. കുടുംബ സംഗമങ്ങൾ, പൊതുയോഗങ്ങൾ എന്നിവയിലൂടെയാണ് പൊതുവെ പാർട്ടികൾ വോട്ട് തേടുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മനീഷ് സിസോദിയയ്ക്ക് ലഭിച്ച മലയാളി പിന്തുണ. മനീഷ് സിസോദിയയുടെ ക്യാമ്പയിൻ ഓഫീസിന് മുന്നിൽ ഒരു സംഘം മലയാളികൾ. പ്രചാരണ തിരക്കിൽ അല്പസമയം സിസോദിയ മാറ്റിവെച്ച് ക്യാമ്പയിൻ ഓഫീസിലെത്തി. केजरीवाल जी का 10 साल का काम लोगों को भरोसा दिला रहा है और आज मलयालम एसोसिएशन के जंगपुरा के सभी मेरे भाई बहन बहुत प्यार के साथ, बहुत रेस्पेक्ट के साथ यहाँ पे मुझसे मिलने आए हैं, पूरा सपोर्ट देने आए हैं और बताने आए हैं कि जंगपुरा से जिताएंगे. ആം ആദ്മി പാർട്ടിയെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: 100% ഞങ്ങൾ കേജ്രിവാൾജിക്ക് തന്നെയായിരിക്കും. എല്ലാവരും വെള്ളത്തിനാണെങ്കിലും കറണ്ട് 200 യൂണിറ്റ് മുകളിലാണെങ്കിലും നമുക്ക് പേയ്മെന്റ് ചെയ്താൽ മതി. പിന്നെ ബസ്സിൽ ഞാനാണെങ്കിൽ ഇവിടുന്ന് ഇനി 1.5 മണിക്കൂർ യാത്ര ചെയ്ത് യൂട്ടിക്ക് പോകുന്ന ഒരാളാണ്. 2 സൈഡ് ഞാൻ ബസ്സിലാണ്, ഫ്രീക്കാണ് പോയി വരുന്നത്. 10 വർഷത്തെ ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ പദ്ധതികളിൽ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. 10 വർഷത്തെ ജനക്ഷേമം അനുഭവിച്ച ഒരാൾക്കും ഈ പ്രസ്ഥാനത്തെയോ ഈ രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളികളെ കേരളത്തിൽ ജീവിച്ച് വളർന്ന ആളുകൾക്ക് കേരളത്തിലെ സാഹചര്യവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം കുറഞ്ഞ ചെലവിൽ ഇവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. 10 വർഷം നമ്മൾ പിന്നിട്ടു. ഇനി ഒരു 5 വർഷം കൂടെ പിന്നിടുമ്പം ജീവിത നിലവാരം എത്രത്തോളം മെച്ചപ്പെട്ടെന്ന് കാണാൻ കഴിയും. ആം ആദ്മി അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ വളരെയേറെ മുന്നോട്ട് പോകും. ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും നേരിയ നീരസമുള്ളവരുമുണ്ട് കൂട്ടത്തിൽ. ഇനിയിപ്പോൾ ഒരാഗ്രഹമേ ഉള്ളൂ, കോൺട്രാക്ട് ഇരിക്കുന്ന ആൾക്കാരെല്ലാം ജയിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ആക്കണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. 10-20 വർഷം കൊണ്ട് കോൺട്രാക്ട് കിടന്നുകൊണ്ട് പണിയുന്ന പിള്ളേങ്ങൾ എല്ലാവരെയും പെർമനന്റ് ആക്കണം എന്നുള്ള ഒറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ കേജ്രിവാളിനോട് നേരത്തെ അപേക്ഷിച്ചതാണ്, ഇതുവരെ നടത്തിയിട്ടില്ല. ഈ പ്രാവശ്യം അയാൾ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെർമനന്റ് ആക്കണമെന്ന് പറയണം. ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ സൗജന്യ വൈദ്യുതിയും വെള്ളവും വിദ്യാഭ്യാസ രംഗത്ത് വരുത്തിയ മാറ്റങ്ങളുമാണ് കൂടുതൽ മലയാളികളും വിലയിരുത്തുന്നത്. 24 ഡൽഹി.